നാട്ടിലെ ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയമാണ് കല്യാണ പാർട്ടിയും അതിൻ്റെ അലങ്കോലങ്ങളും. കാശുള്ള ചില മന്ത്രിമാരും ബാറുകാരുമെല്ലാം കോടികൾ ചെലവഴിച്ച് കല്യാണം പൊടിപൊടിക്കുമ്പോൾ നാട്ടിലെ പുത്തൻ പണക്കാർക്കും ഒരാഗ്രഹം കല്യാണം പൊടിക്കാൻ. അതിനാണെങ്കിൽ കൂടുതൽ സഹായികളൊന്നും ഇക്കാലത്ത് ആവശ്യമില്ലെന്നതാണ് സത്യം. ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചാൽ മതി, A to Z അവർ ആയിക്കോളും. വേണമെങ്കിൽ വരനെയും പെണ്ണിനെയും വരെ അവർ കൊണ്ടുവന്നോളും. എന്നാൽ ഇതൊന്നും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ മുല്ലക്കരയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ അദ്ദേഹം എതിർപ്പുമായി രംഗത്ത് വന്നപ്പോഴാണ് ഒരു കല്യാണത്തിന് പോയി പെട്ട കഥ പിണറായിയും വെളിപ്പെടുത്തിയത്. കല്യാണ നിശ്ചയത്തിൽ രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്കുക. എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. ഇതൊക്കെ എടുത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. ആലപ്പുഴ ഒരു കല്യാണം കഴിഞ്ഞ് മണ്ണുമാന്തി യന്ത്രത്തിൽ ചെറുക്കനെയും പെണ്ണിനെയും 2 മണിക്കൂർ നേരം റോഡ് ബ്ലോക്ക് ചെയ്തു. അവസാനം റോഡ് ബ്ലോക്കായി. അവസാനം ചെറുക്കനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. സാർ, നമ്മുടെ മുന്നിൽ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ കൂടി കണക്കിലെടുക്കാതെ, ആ സമൂഹത്തിന്റെ ഐശ്വര്യം കൂടി അല്ലെങ്കിൽ ഭാവി കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ കാണാതെ എടുക്കുന്ന ഏത് ആഡംബര ജീവിത തീരുമാനങ്ങളും ഒരു ദുരന്തത്തിലേ എത്തൂ. വിവാഹം ഒരു ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ്. ആ പവിത്രമായ ദിവസത്തെ സത്യത്തിൽ ദുരന്തപൂർണമാക്കുന്ന വലിയ ശാപമാണ് സാർ ഇത്തരം ആഡംബര വിവാഹം. അതിനെതിരെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇന്ന് മുന്നോട്ട് പോയാൽ നിയമം കൊണ്ടുവരണം. ഗവൺമെന്റ് പ്രഖ്യാപിച്ച പോലെ പെനാൽറ്റി ടാക്സ് കൊണ്ടുവരണം. അത് പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പദ്ധതികളായി കിട്ടാവുന്ന തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം സാർ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂട്ടത്തിൽ ചെക്കനെ പെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കായിരുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. തനിക്ക് ചെക്കൻ വേണോ? ഭരണഘടനയുടെ 101 ഭേദഗതി നിയമത്തിൽ ആഡംബരങ്ങൾക്ക് മേൽ സംസ്ഥാനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അധികാരം 8/9/2016 മുതൽ കേന്ദ്ര സർക്കാർ എടുത്തു കളയുകയുണ്ടായി. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരികയും ആഡംബര നികുതി അതിലേക്ക് അന്തർഗണിക്കുകയും ചെയ്യുന്നതാണ്. ആർഭാട വിവാഹം ചർച്ചയായത് കല്യാണത്തിൻ്റെ കഥയാണ്. അത് ചരക്ക് നിയമത്തിൽ പെടാത്തത് കൊണ്ട് ആഡംബര നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ പാർട്ടി പരിപാടികളും വലിയ സമ്മേളനങ്ങളുമൊക്കെ നടത്തിക്കൊടുക്കുന്നതും ഈ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ചരക്കല്ലാത്തത് കൊണ്ടും നിരോധിക്കാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടും അത്തരം പരിപാടികളിൽ ഒരു വിശുദ്ധി വരുത്തിയിട്ട് പോരെ കല്യാണത്തിൽ കൈകടത്തലെന്നാണ് പണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്നത്. അതിൻ്റെ വരും വരായികളൊക്കെ വരും നാളുകളിൽ ഏതെങ്കിലും പാവപ്പെട്ട പാർട്ടിക്കാർ ചർച്ചയ്ക്ക് എടുത്തിടുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണുവരെ നല്ല നമസ്കാരം.